വർഷം 1998. സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു വാഹന കമ്പനി വേണമെന്ന് രതൻ ടാറ്റ തീരുമാനിക്കുന്നു. അങ്ങനെ കമ്പനി തുടങ്ങുന്നു. അതിലെ ആദ്യ പ്രോഡക്റ്റായി ഇൻഡിക്ക എന്ന വാഹനം ഇറക്കുന്നു. എന്നാൽ പൊതുവെ അക്കാലത്ത് ഇന്ത്യക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ടും വൻകിട കമ്പനികൾ വിപണി കീഴടക്കിയത് കൊണ്ടും ഇൻഡിക്ക ഒരു പരാജയമായി മാറി. അങ്ങനെ അദ്ദേഹം ആ കമ്പനി വിൽക്കുവാൻ തീരുമാനിക്കുന്നു. ഫോർഡ് മാനേജറായ വിൽ ഫോർഡിനെ പോയി കാണും. എന്നാൽ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് കിട്ടിയത് വൻ അവഗണനയാണ്. ബിസിനസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്തിനാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ രതൻ ടാറ്റ ആ ഡീൽ നിർത്തി തിരികെ ഇന്ത്യയിലേക്ക് വന്നു. ചെറിയ വാഹനമായ നാനോയിൽ തുടങ്ങി ഇന്ന് എത്രയധികം വാഹനങ്ങളാണ് ടാറ്റ മാർക്കറ്റിൽ ഇറക്കുന്നത്, സെയിൽസ് നടത്തുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ നോക്കി മുന്നോട്ട് പോയാൽ ആർക്കും നമ്മളെ തകർക്കുവാൻ സാധിക്കില്ലെന്നാണ് രതൻ ടാറ്റയുടെ സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ബൈ.